ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ പരിഹാരം എന്ന ഭാഗത്തിലെ 4ാമത്തെ പാർട്ടാണ്. അതായത് ഓൾജിബ്രൈക് മെത്തേഡ്സ് അഥവാ ബീജഗണിത രീതി എന്ന ഭാഗം തൊട്ടാണ് പഠിക്കുന്നത്. നമ്മൾ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും പാർട്ടിൽ ഈ ഒരു രീതി കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ പഠിച്ചത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമുക്ക് ചെറിയ ചെറിയ ചോദ്യം തൊട്ടേ ബീജഗണിത രീതി അഥവാ ഓൾജിബ്രൈക് മെത്തേഡ് വെച്ചിട്ടും കൂടെ പഠിച്ചാൽ ഏത് ചോദ്യം വന്നാലും എളുപ്പമാകുമെന്ന് പറഞ്ഞു. അപ്പം നമുക്കിവിടെ ഈ ഭാഗത്ത് വന്ന് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഏത് ചോദ്യം കിട്ടിയാലും, ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ചോദ്യം കിട്ടിയാലും ആ ചോദ്യത്തിനെ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി അതിന് ചിത്രം വേണമെങ്കിൽ ചിത്രം വരച്ച്, ഇനി ചിത്രം വേണ്ടാത്തതാണെങ്കിൽ കുഴപ്പമില്ല, ചിത്രം വരയ്ക്കാതെ ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇപ്പോൾ ഓൾജിബ്രൈക് മെത്തേഡ് അഥവാ ബീജഗണിത രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഉപയോഗിച്ച് ചെയ്യുന്നത് അല്ല, എക്സ് തന്നെ ഉപയോഗിക്കണമെന്നും ഇല്ലാന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ചോദ്യം തരാം. നമ്മുടെ ചോദ്യം ഇതാണ്: റാഷിദ സ്പെൻഡ് ₹200 to buy 4 kilograms of okra and coriander and curry leaves for ₹20. What is the price of a kilogram of okra? അതായത് റാഷിദ ആകെ 200 രൂപ ചെലവാക്കി എന്തൊക്കെ വാങ്ങാനായിട്ട്? 4 കിലോഗ്രാം വെണ്ടയ്ക്കായും വാങ്ങിച്ചു, പിന്നെ മല്ലിയും കറിവേപ്പിലയും കൂടെ 20 രൂപയ്ക്കും വാങ്ങി. അങ്ങനാണെങ്കിൽ 1 കിലോഗ്രാം വെണ്ടയ്ക്കൊക്കെ എത്ര രൂപയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ചോദ്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ആകെ ചെലവാക്കിയതാണ് 200 രൂപ. പിന്നെ 4 കിലോഗ്രാം ഒക്ര വാങ്ങിച്ചു. പ്രൈസ് ഓഫ് എ കിലോഗ്രാം ഓഫ് ഒക്ര എന്തെന്നെടുക്കാം? എക്സ് എന്നെടുക്കാം. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതിനെ എക്സ് എന്നെടുക്കുക. അപ്പോൾ ഇവിടെ എക്സ് എന്നെടുത്തു. അത് എത്ര കിലോ വാങ്ങിച്ചു? വെണ്ടയ്ക്ക എത്ര കിലോ വാങ്ങി? 4 കിലോ വാങ്ങി. അപ്പോൾ 4 കിലോ എന്ന് പറയുമ്പോൾ 4x ആയി. 1 കിലോയ്ക്ക് എക്സ് രൂപയാണെങ്കിൽ 4 കിലോയ്ക്ക് 4x ആയി. അതിൻ്റെ കൂടെ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ 20 രൂപയ്ക്ക് വാങ്ങിയല്ലോ. അതെല്ലാം കൂടെ കൂട്ടിയിട്ടല്ലേ 200 രൂപ ആകെ ചെലവായത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ്, മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്യാൻ സിമ്പിളാണ്. ഇതിന് മാർക്കുള്ളതാണ്, ഇത് കണ്ടുപിടിക്കുന്നതിനാണ് കൂടുതൽ മാർക്കുള്ളത്. ഇനി നമുക്ക് വേണ്ടത് എന്താ? എക്സ് ആണ് വേണ്ടത്. അപ്പോൾ 4x അവിടെ തന്നെ നിർത്തുക. 4x ഒരു ടേം ആണ്. +20 അപ്പുറത്തേക്ക് പോകുമ്പോൾ -20 ആയി അല്ലേ? അപ്പോൾ രണ്ട് സൈഡും എഴുതണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 4x = 180 എന്ന് കിട്ടി. അപ്പോൾ x = എത്ര? 180. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന, ഗുണിച്ചിരിക്കുന്ന 4നെ ഇവിടെ വരുമ്പോൾ ഈക്വൽ ടു സൈൻ ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കുക. ഇപ്പം 180നെ 4 കൊണ്ട് ഹരിക്കണം. 18നകത്ത് എത്ര 4 ഉണ്ടെന്ന് നോക്കുക. 4 4 16 പ്രാവശ്യം. 4 × 4 16 മിച്ചം 2 ഉണ്ട്. അടുത്ത നമ്പർ 20. 20നകത്ത് 4 5 പ്രാവശ്യം. അപ്പോൾ എത്ര രൂപയാണ് 1 കിലോ? എക്സ് എന്താണ്? പ്രൈസ് ഓഫ് എ കിലോഗ്രാം ഓഫ് ഒക്ര. അപ്പോൾ എന്താ എഴുതാം? പ്രൈസ് ഓഫ് 1 kilogram ഓഫ് ഒക്ര ഈസ് 45 rupees. 1 കിലോ വെണ്ടയ്ക്കയുടെ വില 45 രൂപയാണ് എന്ന് എഴുതാമല്ലോ. ഇനി വേറൊരു ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്: എ 10 meter long wire is to be bent into a rectangle with the length 1 meter longer than the width. What should be the length of the sides? അതായത് 10 മീറ്റർ നീളമുള്ള ഒരു കമ്പിയെ വളച്ച് ഒരു ചതുരം ഉണ്ടാക്കി. അതിൻ്റെ വീതിയേക്കാൾ 1 മീറ്റർ കൂടുതൽ നീളമാണ് നീളത്തിന്. അങ്ങനാണെങ്കിൽ നീളവും വീതിയും കണ്ടുപിടിക്കണം. ഇവിടെ രണ്ട് സംഗതി കാണാനുണ്ട്, നീളവും വീതിയും. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ഏതിനാണ് എക്സ് കൊടുക്കേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാണ് നമ്മുടെ വയർ എന്ന് വിചാരിക്കുക. 10 മീറ്റർ. ആ വയറിനെ ബെൻഡ് ചെയ്ത് നമുക്കൊരു റെക്റ്റാങ്കിൾ ആക്കണം. ഇപ്പോൾ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആണ്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? വിട്ടിനേക്കാളും 1 മീറ്റർ ലോങ്ങർ ആണ് ലെങ്ത്.
വീതിയേക്കാളും 1 മീറ്റർ കൂടുതലാണ് നീളം. അപ്പോൾ നമുക്ക് ഏതിനെയാണ് എക്സ് ആയിട്ട് എടുക്കേണ്ടത്? എക്സ് ആയിട്ട് എടുക്കേണ്ടത് വിഡ്ത്തിനെയാണ്. ഞാൻ ഇവിടെ റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. എക്സ് ആയിട്ട് എടുക്കേണ്ടത് വിഡ്ത്തിനെയാണ്. പിന്നെ വിഡ്ത്തിനേക്കാളും 1 മീറ്റർ കൂടുതലാണ് ലെങ്ത്. ലെങ്ത് എന്ന് പറയുമ്പോൾ എന്ത് വരും? എക്സിനേക്കാളും 1 മീറ്റർ കൂടുതലാണ്. മനസ്സിലായോ? സോ ലെറ്റ് എക്സ് ബി ദ വിഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ. അല്ലെങ്കിൽ എന്ത് എഴുതാം? വീതിയാണ് എക്സ് അല്ലേ? അപ്പം നീളം എന്ത് വരും? നീളം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആകും. സോ ലെങ്ത് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ ഈക്വൽ ടു എക്സ് പ്ലസ് 1 വന്നല്ലോ. ഇനി ഈ 10 മീറ്റർ എന്താ? പെരിമീറ്റർ ആണ് അല്ലേ? ഈ നീളം ഉണ്ടായിരുന്ന വയറിനെ വളച്ചല്ല ഇത്ര ഇങ്ങനെ ആക്കിയത്, മിച്ചമൊന്നുമില്ല. അപ്പോൾ പെരിമീറ്റർ ആണ്, ചുറ്റളവാണ് 10 അല്ലേ? ചുറ്റളവാണ് 10 അല്ലെ? പെരിമീറ്റർ ആണ് 10 മീറ്റർ. ഇനി പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ ഒന്നും അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. പെരിമീറ്ററിന്റെ മീനിങ് ചുറ്റളവ്, ചുറ്റുമുള്ള അളവുകൾ കൂട്ടുക. നമുക്കറിയാം റെക്റ്റാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ ഇത് എക്സ് പ്ലസ് 1 ആണെങ്കിൽ ഇതും എക്സ് പ്ലസ് 1 അല്ലേ? ഇനി ഇത് എക്സ് ആയതുകൊണ്ട് ഇത് എക്സ് തന്നെയല്ലേ? അപ്പൊ ചുറ്റുമുള്ള അളവെല്ലാം കൂടെ കൂട്ടാം നമുക്ക്. എക്സ് പ്ലസ് ആദ്യത്തെ എക്സ് വീതി, പിന്നെ എക്സ് പ്ലസ് 1, പിന്നെ അടുത്ത എക്സ്, പിന്നെ അടുത്ത എക്സ് പ്ലസ് 1. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴല്ലേ 10 എന്ന് കിട്ടിയത്. എക്സ് എല്ലാം കൂടെ കൂട്ടാവില്ല. എത്ര പ്രാവശ്യം എക്സ് ഉണ്ട്? 1, 2, 3, 4. അപ്പം 4x എന്ന് എഴുതാം. പിന്നെ ഒന്നും കൂടെ കൂട്ടുമ്പോൾ 2. 4x പ്ലസ് 2 ആണ് 10. ഇതിൽ നിന്ന് 4x കാണാവല്ലോ. 10 അതേപോലെ എഴുതിയിട്ട് ഈ പ്ലസ് 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അത് -2 ആയി. അപ്പോൾ 4x ഈക്വൽ ടു 8 എന്ന് കിട്ടിയല്ലോ. ഇനി ഈ 4നെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയല്ലോ. അതായത് x ഈക്വൽ ടു 8 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 4 ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷനായി, ഗുണിച്ചിരിക്കുന്ന 4 ഇപ്പുറത്ത് വരുമ്പോൾ ഹരണമായി. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 മീറ്റർ എന്ന് കിട്ടിയില്ലേ? അതായത് വീതി എന്ത് കിട്ടി? 2 മീറ്റർ. അപ്പോൾ നീളം എത്ര വരും? നീളം എന്താണ്? എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ 2 പ്ലസ് 1 3 അല്ലേ? അപ്പം നീളം 3 മീറ്റർ എന്ന് കിട്ടി. ലെങ്ത് ഈക്വൽ ടു സൈഡ്സ് രണ്ടും കണ്ടുപിടിക്കണം. അപ്പം ലെങ്ത് ഈക്വൽ ടു 3 മീറ്റർ, വിഡ്ത്ത് ഈക്വൽ ടു 2 മീറ്റർ. അല്ലെങ്കിൽ നീളം സമം 3 മീറ്റർ, വീതി സമം 2 മീറ്റർ. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം ഇതാണ്. ദ സം ഓഫ് എ നമ്പർ ആൻഡ് 1 മോർ ദാൻ ദ നമ്പർ ഈസ് 5. വാട്ട് ഈസ് എ നമ്പർ? ഒരു നമ്പരും അതിനേക്കാൾ 1 കൂടുതലും കൂടെ കൂട്ടുമ്പോൾ ഉത്തരം 5 കിട്ടിയാൽ നമ്പർ എന്താണ്? ഇപ്പൊ നമ്പറിനെ നമുക്ക് എക്സ് എന്ന് എഴുതാമല്ലോ. സംഖ്യയെ നമുക്ക് എക്സ് എന്ന് എഴുതാം. ഇപ്പൊ നമ്പറിനേക്കാളും 1 കൂട്ടണം അല്ലെ? നമ്പർ എക്സ് ആണ്. 1 കൂട്ടുമ്പോഴോ എക്സ് പ്ലസ് 1 വന്നു. ഇനി അതിന്റെ തുക സം. അപ്പൊ ഇത് എക്സും എക്സ് പ്ലസ് 1 കൂടെ കൂട്ടുമ്പോൾ 5 കിട്ടിയാൽ നമ്പർ എന്താണ്? ഇവിടെ കൂട്ടുകയല്ല, അപ്പൊ ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. ഞാനത് തിരിച്ചറിയാൻ വേണ്ടി ആദ്യം മാർക്ക് ചെയ്തേ ഉള്ളൂ. എക്സും കൂടെ കൂട്ടുമ്പോൾ 2x പ്ലസ് 1 ഈക്വൽ ടു 5. ഇത് 2x ഒരു പദമാണ്, ഒന്നിച്ച് നിൽക്കുന്നതാണ്, ഒരു ടേം ആണ്. പ്ലസ് 1നെയാണ് അപ്പുറത്തോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ 2x ഈക്വൽ ടു 5 പ്ലസ് 1 അപ്പുറത്തോട്ട് പോയപ്പോൾ -1 ആയി. അപ്പോൾ 2x ഈക്വൽ ടു 4 എന്ന് വന്നു. ഇനി നമുക്ക് 2നെ അപ്പുറത്തേക്ക് ഉണ്ടാവും. അതായത് ഗുണിച്ചിരിക്കുന്ന അപ്പുറത്ത് പോകുമ്പോൾ ഹരണമാവും, മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷനായി. അപ്പോൾ എക്സ് 2 എന്ന് കിട്ടി. അപ്പം നമ്പർ എന്തെന്ന് കിട്ടി? നമ്പർ ഈക്വൽ ടു 2 എന്ന് കിട്ടിയല്ലോ. അഥവാ സംഖ്യ സമം 2 എന്ന് കിട്ടിയില്ലേ? ഇനി നമുക്ക് പേജ് നമ്പർ 89 ഒന്നാമത്തെ ചോദ്യം ചെയ്യാം. അടുത്ത ചോദ്യം ഇതാണ്. The perimeter of a rectangle is 80 meter and its length is 1 meter more than twice the width. അവിടെ ലെങ്ത്തും വിഡ്ത്തും ആണ് കാണേണ്ടത്. നമ്മൾ നേരത്തെ ആ വയർ ബെൻഡ് ചെയ്ത പ്രോബ്ലം പോലെ തന്നെ. അതായത് ചുറ്റളവ് 80 മീറ്റർ ആയിട്ടുള്ള ഒരു ചതുരമാണ്. വീതിയുടെ 2 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ് ആ ചതുരത്തിന്റെ നീളം. അങ്ങനെയാണെങ്കിൽ നീളവും വീതിയും കണ്ടുപിടിക്കണം. ഇവിടെ ഞാൻ റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്.
അതിൻ്റെ വീതിയുടെ ഇരട്ടിയേക്കാൾ 1 കൂടുതലാണ് നീളം. അപ്പോൾ വീതിക്കാണ് നമ്മൾ എക്സ് എടുക്കുന്നത്. ലെറ്റ് എക്സ് ബി ദ വിഡ്ത്ത്. ഇപ്പോൾ വിഡ്ത്തിനാണ് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നത്, അഥവാ വീതിക്കാണ് എക്സ് എന്ന് എടുത്തത്. ഇനി അതിൻ്റെ 2 ഇരട്ടിയേക്കാൾ 1 കൂടുതൽ, 2 മടങ്ങിനേക്കാൾ 1 കൂടുതലായതുകൊണ്ട് 2x + 1, ട്വൈസ് 2 ടൈംസ് എന്ന് പറയുമ്പോൾ 2x, അതിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ ലെങ്ത് കിട്ടി. അപ്പോൾ ലെങ്ത് ഈക്വൽ ടു 2x + 1 എന്ന് എഴുതാമല്ലോ. നീളം സമം 2x + 1. പിന്നെ എന്താ തന്നിരിക്കുന്നത്? പെരിമീറ്റർ 80 ആണ്, അഥവാ ചുറ്റളവ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ചുറ്റളവിൻ്റെ ഇക്വേഷൻ ഒന്നും അറിഞ്ഞിരിക്കണ്ട. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ, അഥവാ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ സൈഡ്സ് ആണ്. 4 വശം കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ ആദ്യത്തെ വശം നമുക്ക് 2x + 1 എന്ന് എടുക്കാം. 2x + 1 ആദ്യത്തെ വശം, പിന്നെ എക്സ് കൂട്ടി, പിന്നെ അടുത്ത 2x + 1 കൂട്ടി, പിന്നെ ഒരു എക്സും കൂടെ കൂട്ടി. അപ്പോൾ 4 വശങ്ങളായല്ലോ. അപ്പോൾ 80 ആണ് തന്നിട്ടുണ്ടല്ലോ, 80 ആണ് തന്നിട്ടുണ്ട്. എക്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. 2xും ഒരു എക്സും കൂടെ ആകുമ്പോൾ 3x, 3xും 2xും കൂടെ കൂട്ടിയപ്പോൾ 5x, 5xും ഒരു എക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ ഒരെക്സാണ്. 5xും ഒരു എക്സും കൂടെ കൂട്ടിയപ്പോൾ 6x എന്ന് കിട്ടി. പിന്നെ ഈ നമ്പേഴ്സ് കൂട്ടണ്ടേ, +1ഉം +1ഉം 2 കിട്ടിയല്ലോ, ഈക്വൽ ടു 80 കിട്ടി. അപ്പോൾ 6x എന്ത് വരും? ഈ 80 അതേപോലെ എഴുതുക. ഈ +2 ഇപ്പുറത്ത് വരുമ്പോൾ -2 ആയി. അപ്പോൾ 6x ഈക്വൽ ടു 78 എന്ന് കിട്ടിയല്ലോ അല്ലേ. അപ്പോൾ 6x 78 ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? ഈ 78നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് ഡിവിഷനായി. ഗുണിച്ചിരിക്കുന്ന 6ന് ഇപ്പുറത്ത് വരുമ്പോൾ ഹരണമായി. അപ്പോൾ ഇതിനെ ഹരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം 7നകത്ത് എത്ര 6 ഉണ്ടെന്ന് നോക്കുക. 7നകത്ത് എത്ര 6 ഉണ്ട്? ഒരു 6 ഉള്ളൂ. റിമൈൻഡർ ഉണ്ടല്ലോ, മിച്ചമുണ്ട്. മിച്ചം എത്ര? 1. അപ്പോൾ അടുത്ത നമ്പർ 18. 18നകത്ത് എത്ര 6 ഉണ്ട്? 3. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 13 മീറ്ററാണ്. ഇവിടെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ മീറ്ററിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഓരോ സൈഡും മീറ്ററിലായിരിക്കും. അപ്പോൾ എക്സ് ആരാ? വീതി. വീതി സമം എത്ര കിട്ടി? 13 മീറ്റർ എന്ന് കിട്ടി അല്ലേ. വിഡ്ത്ത് 13 മീറ്റർ എന്ന് കിട്ടിയല്ലോ. ഇനി നീളം കൂടെ കാണണ്ടേ, ലെങ്ത് കാണണം അല്ലേ. 2x + 1 എന്ന് പറഞ്ഞാൽ 2 മടങ്ങ്, എക്സിൻ്റെ 2 മടങ്ങിനോട് 1 കൂട്ടി. എക്സിൻ്റെ 2 മടങ്ങ് എന്ന് പറയുമ്പോൾ 13ൻ്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 26. 26ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 27. അപ്പോൾ ലെങ്ത് എത്ര കിട്ടി? 27 മീറ്റർ എന്നും കിട്ടി. ആൻസർ ആയില്ലേ? ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.